തീർച്ചയായും അത്തരമൊരു ആരോപണം നിലനിൽക്കുന്നതാണോ എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ചേരുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, ഈ കേസിന് ആധാരമായ സംഭവം നടന്നത് കർണാടകയിലാണ്, കോലാറിലെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗത്തിലാണ്. ഈ പ്രസംഗത്തിൽ ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഉന്നയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്ന 3 പേരുകൾ ലളിത് മോദിയും നീരവ് മോദിയും നരേന്ദ്രമോദിയും അടക്കമുള്ള 3 പേരുടെ പേരുകളാണ്. എന്നാൽ ഈ 3 പേരും അത്തരമൊരു മാനനഷ്ട കേസ്, തനിക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞൊരു കേസ് എവിടെയും കൊടുത്തതായി നമുക്കറിയില്ല. എന്നാൽ മറ്റാരോ തൻ്റെ സമുദായത്തെ ഇത്തരത്തിൽ സമുദായത്തിന് മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് ഒരു കേസാണിപ്പോൾ നിലവിലുള്ളത്. ഇത്തരത്തിൽ വ്യക്തികൾക്കല്ലാതെ ഇത്തരമൊരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിയമപരമായി സാധുതയുണ്ടോ? ഈ കേസ് നിയമത്തിന് മുന്നിൽ നിൽക്കുന്നതാണോ? അല്ല, അത് പരിശോധിക്കേണ്ടതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമുക്കറിയാം ശ്രീമാൻ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ മോദി എന്ന് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷനാണ്. അദ്ദേഹത്തെ മോദി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ എവിടെ വെച്ചാലും മോദിയെ അപമാനിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന നിലപാട്. അദ്ദേഹം പാർലമെന്റിലും അങ്ങനെ തന്നെയായിരുന്നു, പുറത്ത് പൊതുസമ്മേളനങ്ങളിലും എല്ലാം തന്നെ മോദി 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 എന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്താനും അപകീർത്തികരമായ പ്രസ്താവന ഇറക്കുകയെല്ലാം ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള ഒരാളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇതിനു മുമ്പും പലതരത്തിലുള്ള കമന്റുകളും ഇത്തരത്തിലുള്ള കമന്റുകളിൽ നിന്ന് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം RSS, ഗാന്ധി വധത്തിന് പിറകിൽ RSS ആണ് എന്നുള്ള രീതിയിലൊരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയുണ്ടായി. അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു. നമുക്കറിയാം ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പാർലമെന്റിൽ വെച്ചിട്ടില്ല. അപ്പൊ RSS ആണ് എന്ന് ഒരിക്കലും ഒരു കോടതിയും ഇതുവരെ ഗാന്ധി വധത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവസാനം അതിൽ നിന്നെല്ലാം തന്നെ കൈയൊഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൽ നിന്നും ഇതിൽ നിന്നും കൂടുതലായി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ്, മോദിയെ ഏത് സമയത്തും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മാനിട്ട കേസ് കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം മോദി സമുദായം, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി എന്നല്ല, മോദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മോദിമാർ, ഇവർ 3 പേരും കള്ളന്മാരാണ് എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പൊതുവെ ആ മോദി സമുദായം എന്ന രീതിയിലായിരിക്കും ആ മോദി സമുദായത്തിൽപ്പെട്ട ആളുകൾ അത്. ശ്രീ രഞ്ജിത്ത്, അവിടെയാണ് സ്വാഭാവികമായും ആ സംശയം ഉണ്ടാകുന്നത്. ഈ 3 മോദിമാരും കള്ളന്മാരാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കള്ളന്മാരായ ആളുകളുടെ പേരിന്റെ പുറകിൽ മോദി എന്നാണ് വന്നിട്ടുള്ളത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് മോദി സമുദായം ആകെ കള്ളന്മാരാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അല്ല, അങ്ങനെയാണല്ലോ മോദി, ഇവരെ അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. മോദി എന്ന് പറയുന്നത് ആ മോദി സമുദായം, ഇവരെല്ലാരും മോദിയാണോ എന്നല്ലേ ചോദിക്കുന്നത്. ഈ കള്ളന്മാരൊക്കെ മോദിയാണല്ലോ. അപ്പൊ ആ മോദി സമുദായത്തെ മുഴുവനും അടിച്ചാക്ഷേപിക്കുകയാണല്ലോ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അതാണല്ലോ അതിൽ വ്യത്യാസമില്ലേ ശ്രീ രഞ്ജിത്ത്? എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിൽ വ്യത്യാസമില്ലേ ശ്രീ രഞ്ജിത്ത്? ഈ കള്ളന്മാരെല്ലാം മോദിമാരാണ് എന്ന് പറയുന്നതും ഈ മോദിമാരെല്ലാം കള്ളന്മാരാണ് എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ രഞ്ജിത്ത്? അല്ല, അതൊരു സമുദായത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ആ സമുദായത്തിൽ വന്ന ഒരാൾ എന്ന രീതിയിലാണല്ലോ മോദി എന്ന് പറഞ്ഞത്. അല്ലെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നരേന്ദ്രമോദി ഇന്ത്യയിലെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം രീതിയിൽ മുമ്പ് ചൗക്കിദാർ ചോറ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. അത് അവസാനം കോടതി, സുപ്രീം കോടതി അദ്ദേഹം മാപ്പപേക്ഷ കൊടുത്ത് വന്നു. ഇങ്ങനെ നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്താണെന്നറിയില്ല. കോൺഗ്രസ്സുകാർക്ക് ഭരണത്തിൽ നിന്ന് പുറത്തിരിക്കാൻ എന്താ പറയുന്നത്, കടലിൽ നിന്ന് പിടിച്ച മത്സ്യത്തെ കരയിലിട്ടതുപോലുള്ള ഒരു സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് അല്ലാത്ത ഒരാളുകൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരെ അടിച്ചാക്ഷേപിക്കുക, അവരെ രാജ്യത്തിനകത്തും പുറത്തും മോദിയെ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുക, ഇതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം വായ തുറന്നാൽ ഈ സമയം നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തിപരമായ വ്യക്തിപരമായ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. ശ്രീ രഞ്ജിത്ത്, അത് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. സ്വാഭാവികമായും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുക എന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പലപ്പോഴായി പല ഘട്ടത്തിൽ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തു എന്ന് അങ്ങ് പറയുന്ന തരത്തിൽ തന്നെ ഇടപെടാൻ ചിലപ്പോൾ പ്രതിപക്ഷത്തിനും രാഹുൽ ഗാന്ധിക്കും അത്തരമൊരു നീക്കത്തിലേക്ക് മുതിരേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രം വലിയ തരത്തിൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുള്ള നീക്കം നടത്തുന്നുണ്ട് എന്ന ആക്ഷേപം മറുഭാഗത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്.
ഈ പറഞ്ഞ പാർലമെന്റിലെ തുടർച്ചയായി ഉണ്ടാകുന്ന ബഹളങ്ങൾ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളത്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലടക്കം നടത്തുന്ന റെയ്ഡുകൾ, ഏറ്റവും ഒടുവിൽ ഇതാ കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പരാതിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള വിധിയും, ആ തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ സ്റ്റേറ്റ് വലിയ തരത്തിൽ അയാളെ ടാർഗറ്റ് ചെയ്യുന്നതും ഒരു വലിയ പ്രശ്നമല്ലേ? അല്ല, ഒരിക്കലുമില്ല. ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഭരണപക്ഷത്തെ ആളുകളെ വിമർശിക്കാറുണ്ട്. അത് ആരോഗ്യകരമായ വിമർശനങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആളുകൾ വിമർശിക്കാറുണ്ട്. പക്ഷെ നമുക്ക് കഴിഞ്ഞ ഈ 2014 ശേഷം നമുക്ക് കാണുന്നത്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സോണിയാഗാന്ധി ഒരിക്കൽ നമ്മുടെ നരേന്ദ്രമോദിയെ തന്നെ വളരെ മോശമായ രീതിയിൽ, അപകീർത്തിപരമായ രീതിയിൽ പ്രസ്താവന ഇറക്കി. മരണത്തിന് വ്യാപാരി എന്ന രീതിയിലായിരുന്നു. വ്യക്തിപരമായി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് ഭരണകക്ഷിയെ എതിർക്കാനും വിമർശിക്കാനുള്ള അധികാരം ഒക്കെ ജനാധിപത്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മരണത്തിന്റെ വ്യാപാരി, അതേപോലെ തന്നെ കള്ളൻ എന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അതൊരു ജനാധിപത്യ ഭൂഷണമല്ലല്ലോ യഥാർത്ഥത്തിൽ. ആരോഗ്യകരമായ വിമർശനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ പറയാത്ത കുറെ കാര്യങ്ങൾ ശ്രീമാൻ നരേന്ദ്രമോദിക്കെതിരെ വ്യാപകമായ നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചോളം പ്രതിപക്ഷ നേതൃത്വത്തിന്റെ വ്യക്തിപരമായ ടാർഗറ്റ് ചെയ്യുന്ന സംവിധാനം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പറയുന്നതിന് കൃത്യമായ മറുപടി പാർട്ടി കൃത്യമായി നൽകാറുണ്ട്. അത് മാത്രമേ ഉള്ളൂ. രഞ്ജിത്ത്, ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രതിപക്ഷം BJPക്കെതിരെ, കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഡിഫൻസ് കോൺട്രാക്ട് അദാനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സഭയിലടക്കം നടക്കുന്നതും. എന്നാൽ ഈ വിഷയത്തിൽ ഇനി ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വിലപേശൽ നടത്തുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും പ്രതിപക്ഷം പിന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് എന്ന തരത്തിലാണ്. ഒരു വിലപേശൽ രാഷ്ട്രീയം ഇതിനകത്തുണ്ട് എന്നതാണ് ആരോപണം.